പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തവണ മുസ്ലിം ലീഗ് നേതാവ് ശ്രീ KM ഷാജി മന്ത്രിയാകുമ്പോൾ ശക്തമായിട്ടുള്ള ഒരു പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു പാവപ്പെട്ടവനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായ പൊതുപ്രവർത്തകനായിട്ടുള്ള ശ്രീ KM ഷാജഹാൻ എന്ന ഞാൻ. കാരണം ഷാജി പ്രതിപക്ഷത്തായിരുന്നപ്പോഴും MLA ആയിരുന്നപ്പോഴൊക്കെ തന്നെ ഷാജിയുടെ പൊതുരംഗത്തെ പ്രതികരണങ്ങൾ നമുക്ക് അത്രയേറെ ആവേശവും ആശയും ഉളവാക്കുന്നതായിരുന്നു. ഷാജി ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ വെച്ച് ഏറ്റവും ആവേശകരമായി ആവേശകരമായി പ്രസംഗിക്കുന്ന ഒരു നേതാവായിരുന്നു. മുസ്ലിം ലീഗിൽ നിന്നും അടുത്ത കാലത്തെങ്ങും ഇത്രയേറെ ആവേശം വാരി വിതറുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. CPM-ലും അങ്ങനെ ഒരാളില്ല. CPM-ലും പിന്നെ അങ്ങനെ പ്രസംഗിക്കാൻ പറ്റുന്നവർ എന്ന് തന്നെ പറയാവുന്ന ഒരാൾ പോലും ഇല്ല. അതുകൊണ്ട് CPM-നെ കുറിച്ച് അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഷാജി ഒരു വ്യത്യസ്ത ബ്രീഡായിരുന്നു. ഷാജിയുടെ പ്രസംഗങ്ങൾ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിരന്തരമായി വൈറലായിരുന്നു. ഷാജി CPM-നെതിരായിട്ട് അതികഠിനമായിട്ടുള്ള വിമർശനങ്ങളാണ് പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. മറുഭാഗത്ത് കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ളവർ CPM-നെ മൃദുവായി കൈകാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ CPM-നെതിരെ കാര്യമായൊന്നും പറയാതിരിക്കുകയോ ചെയ്യുമ്പോഴായിരുന്നു ഈ ഷാജിയുടെ CPM-നെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ. ആ പ്രതികരണങ്ങളുടെ കാഠിന്യം കൂടുതലായിരുന്നു എന്നുള്ളതുകൊണ്ട് CPM ഷാജിയെ വളരെ ഭീകരമായി വേട്ടയാടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാജി UDF-ൻ്റെ ഒരു മന്ത്രിയാകുമ്പോൾ ഷാജിയിൽ നിന്ന് സ്വാഭാവികമായി ശക്തമായ പ്രതികരണം സാധാരണക്കാർ, പൊതുജനങ്ങൾ, പൗരന്മാർ പ്രതീക്ഷിക്കുമല്ലോ. പക്ഷേ നിർഭാഗ്യവശാൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ കണ്ട ഒരു ഷാജിയെ അല്ല മന്ത്രിയായപ്പോൾ നമ്മൾ കണ്ടത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഷാജി ഒരു പുലിയായിരുന്നുവെങ്കിൽ ഷാജിയോട് ക്ഷമാപണം പറഞ്ഞുകൊണ്ട് തന്നെ അധികാരത്തിൽ വന്നപ്പോൾ ഷാജി ഒരു എലിയായിപ്പോയി എന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. വളരെ പത്തറ്റിക്കായിപ്പോയി അവസ്ഥ എന്ന് പറയാതെ വയ്യ. ഷാജി അതികഠിനമായി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിരന്തരമായി വിമർശിക്കപ്പെട്ടുകൊണ്ടും ഇരിക്കുകയാണ്. അതിനൊക്കെ കാരണം ഇതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പപ്പും പൂടയും പറഞ്ഞ ഒരവസ്ഥയായിപ്പോയി മന്ത്രി കുപ്പായത്തിലേക്ക് ഷാജി കയറിയതോടുകൂടി. നിയമസഭയിലൊക്കെ ഷാജിയുടെ പ്രതികരണം ഞെട്ടിക്കുന്നതായിരിക്കും, സ്കിൻറ്റിലേറ്റിംഗ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത പല മണ്ടന്മാരിൽ ഒരു മണ്ടൻ ഞാൻ. എന്തായാലും ദയനീയമാണ് ഷാജിയുടെ അവസ്ഥ എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ഈ ഷാജിയുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് അതിശക്തമായിട്ടുള്ള സമീപനം PM ശ്രീക്കെതിരെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ എടുത്തവരാണ് പ്രധാനമായും മുസ്ലിം ലീഗ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാർ PM ശ്രീയിൽ ഒപ്പിട്ടതിനെതിരായി അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ അറബിക്കടലിൽ എറിയും എന്നുള്ള ഷാജിയുടെ പ്രസ്താവന വൈറലാവാൻ കാരണം. എന്നാൽ അധികാരത്തിൽ വന്നത് മുതൽ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സമീപനത്തിൽ ഒരുപാട് വെള്ളം ചേർത്തു UDF സർക്കാരും മുസ്ലിം ലീഗും എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഒപ്പിട്ടതല്ലേ, ഇനിയിപ്പോൾ അതുമായി മുന്നോട്ട് പോവുകയില്ല, വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തോതിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പൊതുമണ്ഡലത്തിൽ നിന്നും, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്നും ഒക്കെ തന്നെ. അതൊന്ന് തണുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു സബ് കമ്മിറ്റിയും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് പഠിച്ച് പരിശോധിച്ചിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കും. അതിനകത്ത് M ഷംസുദ്ദീൻ എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് മന്ത്രിയുണ്ട്, പിന്നെ M ലിജു ഉണ്ട്, PC വിഷ്ണുനാഥ് ഉണ്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M ജോണുണ്ട്. ഈ 4 പേരടങ്ങുന്ന ഒരു സബ് കമ്മിറ്റി അതിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പരിശോധിച്ച് തീർക്കുമെന്ന് നമുക്കറിയില്ല, കാരണം ഇത്ര നാളിനുള്ളിൽ പരിശോധിച്ച് തീരണം എന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും PM ശ്രീ വിഷയത്തിൽ UDF ഒരു U-ടേൺ എടുത്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് UDF സർക്കാരിന് വലിയ തോതിലുള്ള നാണക്കേട് പൊതുമണ്ഡലത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും ഇല്ല.
സുഹൃത്തുക്കളെ, ആ UDF സർക്കാരെടുത്ത യൂട്ടേണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ വിമർശന വിധേയനായത് ശ്രീമാൻ KM ഷാജി ആയിരുന്നു. കാരണം KM ഷാജി ആണല്ലോ ഇത് അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഷാജി വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് പാത്രീഭൂതനായി കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അതിനിടയിൽ മലബാറിൽ എവിടെയോ നടന്ന ഒരു യോഗത്തിൽ ഷാജി കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തിയതായി കണ്ടു. ആ പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ഷാജിയുടെ നിലപാടുകളെ കുറിച്ചിട്ട് എൻ്റെ ചില നിരീക്ഷണങ്ങൾ പറയാൻ ആഗ്രഹിക്കും. ആ യൂത്ത് ലീഗിൻ്റെ ഏതോ ഒരു യോഗത്തിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ യോഗത്തിൽ പ്രസംഗിക്കവേ ഷാജി പറഞ്ഞു, എനിക്ക് 2 പേരോട് വലിയ തോതിൽ ബഹുമാനമുണ്ട്. അത് ഒന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അഹമ്മദ് അർഗാഷിയോടാണ്. 2 ന്യൂയോർക്ക് മേയറായിട്ടുള്ള സൊറാൻ മംദാനി, ഈ 2 പേരോട് എനിക്ക് വലിയ തോതിൽ ബഹുമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അഹമ്മദ് അർഗാഷി UN എവിടെയോ മറ്റോ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ് അദ്ദേഹം കുടിച്ചത്. കാരണം കുടിച്ച വെള്ളത്തിൽ പോലും ആരെ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം അയാൾ കുടിച്ചത്, അഹമ്മദ് അർഗാഷി കുടിച്ചത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് അതുകൊണ്ടാണ് അദ്ദേഹത്തോട് വലിയ ബഹുമാനം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം 2ാമത്തെ ഉദാഹരണത്തിലേക്ക് കടന്നു. പുരോഗമനവാദിയായിട്ടുള്ള സൊറാൻ മംദാനി ഉണ്ടല്ലോ, ഈ ന്യൂയോർക്കിലെ മേയർ, അദ്ദേഹത്തിൻ്റെ ഒരു ഉദാഹരണത്തിലേക്ക് ഷാജി കടന്നിട്ട് ഷാജി പറഞ്ഞു, ഈ സൊറാൻ മംദാനി പറഞ്ഞിട്ടുണ്ട്, ഈ നെതന്യാഹുവിനെ ശരിക്കും ലോക കോടതിയിൽ ശിക്ഷിക്കേണ്ട തരത്തിലുള്ള ഈ യുദ്ധ കുറ്റകൃത്യങ്ങൾ ചെയ്ത 10,000-കണക്കിന് ആളുകളെ കൊല്ലാൻ കാരണക്കാരനായ ആളാണ് നെതന്യാഹു. ശരിക്കും നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് എന്നാണ് സൊറാൻ മംദാനിയുടെ നിലപാട്. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച നെതന്യാഹു അമേരിക്കയിൽ ന്യൂയോർക്കിലോ മറ്റോ ചെന്നിട്ട് പോയി. അപ്പോൾ അതിനെക്കുറിച്ച് സൊറാൻ മംദാനിയോട് ചോദിച്ചപ്പോൾ മംദാനി പറഞ്ഞു, എനിക്ക് എൻ്റെ ആഗ്രഹം ഇത് യുദ്ധ കുറ്റവാളിയായി ഈ നെതന്യാഹുവിനെ പ്രഖ്യാപിക്കണമെന്നാണ്. പക്ഷേ ഞാൻ വിചാരിച്ചാൽ എനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം അത് ചെയ്യാനുള്ള അധികാരം എൻ്റെ കയ്യിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സൊറാൻ മംദാനിയുടെ ഉദാഹരണം പറഞ്ഞിട്ട് താനും ഏതാണ്ട് അതേ സാഹചര്യത്തിലാണ് എന്ന് ഈ പറഞ്ഞ പോലെ വാദിച്ച് പരാജയപ്പെടാനാണ് ഷാജി ശ്രമിച്ചത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഷാജി അവിടെ പ്രസംഗത്തിനിടെ പറഞ്ഞു, എൻ്റെ വകുപ്പായിരുന്നെങ്കിൽ എനിക്ക് തീരുമാനിക്കാമായിരുന്നു. ഒന്നും പറ്റില്ല. അതെങ്ങനെയാണ് ഷാജിയുടെ വകുപ്പാണെങ്കിൽ തീരുമാനിക്കാൻ പറ്റുക? ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല. കാരണം ഷാജി UDF മന്ത്രിസഭയിലൊരു മന്ത്രിയാണ്. ആ മന്ത്രിയായിട്ടിരിക്കുന്ന ആ മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധിയാണ് KM ഷാജി. അപ്പോൾ KM ഷാജിക്ക് എങ്ങനെയാണ് KM ഷാജിയുടെ വകുപ്പിൽ ആയിരുന്നെങ്കിൽ തീരുമാനിക്കാൻ പറ്റുമായിരുന്നു? അതൊക്കെ ചുമ്മാ കൈയടി കിട്ടാൻ വേണ്ടി പറയുന്ന പൊട്ടത്തരമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് ഷാജി തൻ്റെ അവസ്ഥയെ, തൻ്റെ ഒരു പ്രെഡിക്കമെൻറ്റിനെ സൊറാൻ മംദാനിയുമായി താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നതും തെറ്റാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സൊറാൻ മംദാനിയുടെ അവസ്ഥയുമായി ഷാജിക്ക് എങ്ങനെയാണ് ഷാജിയെ താരതമ്യം ചെയ്യാൻ കഴിയുക? കാരണം സൊറാൻ മംദാനി അമേരിക്കയിലെ ന്യൂയോർക്കിലൊരു മേയർ മാത്രമാണ്. സൊറാൻ മംദാനിയുടെ നിയന്ത്രണത്തിലുള്ള ഗവൺമെൻ്റ് അല്ല അമേരിക്ക ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൊറാൻ മംദാനി എടുത്തിട്ടുള്ള നിലപാട് ശരിയാണ്. സൊറാൻ മംദാനി വിചാരിച്ചാൽ നെതന്യാഹുവിനെതിരായിട്ട് നിലപാടെടുക്കാൻ പറ്റില്ല, നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം ഭരണം വേറെയാണ്. പക്ഷേ ഇവിടെ എങ്ങനെയാണോ? ഇവിടെ KM ഷാജിയും കൂടി പങ്കാളിയായിട്ടുള്ള ഒരു സർക്കാരല്ലേ ഇവിടെ ഇരിക്കുന്നത്. ആ സർക്കാർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ PM ശ്രീക്കെതിരായിട്ടുള്ള നിലപാടാണല്ലോ എടുത്തിട്ടുള്ളത്. PM ശ്രീയിൽ നിന്ന് വേണമെങ്കിൽ ഇപ്പോൾ വിട്ടുപോരാം എന്നുള്ള ഒരു നിലപാട് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് മംദാനിയുടെ പേരിൽ, മംദാനിയിലേക്ക് ചാഞ്ഞു നിന്ന് തൻ്റെ ഇരട്ടത്താപ്പ് തൻ്റെ സമീപനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് ഷാജി വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഇരട്ടത്താപ്പാണ്. എന്തുകൊണ്ട് UDF സർക്കാരിന് PM ശ്രീക്കെതിരായിട്ടൊരു നിലപാടെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന് പോലും ഒരു നിലപാടെടുക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പം മുസ്ലിം ലീഗ് ഒരു നിലപാടെടുക്കാത്ത സാഹചര്യത്തിലും UDF സർക്കാർ ഒരു നിലപാടെടുക്കാത്ത സാഹചര്യത്തിലും എന്തിനാണ് ഷാജി ഇരട്ടത്താപ്പ് പറഞ്ഞ് ഒരു നല്ല പിള്ള ചമയാൻ അല്ലെങ്കിൽ ഒരു രക്തസാക്ഷിയാവാൻ ശ്രമിക്കുന്നത്? അതൊന്നും ആളുകൾ അംഗീകരിക്കില്ല എന്ന് ഷാജി മനസ്സിലാക്കണം. ഷാജിയുടെ പ്രസംഗ പാഠവും കൊണ്ട് ഷാജി മംദാനിയൊക്കെ താരതമ്യം ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അത് വിഫലമാണ് ആ ശ്രമം എന്ന് ഷാജി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാം. ഷാജി ആ തരത്തിലുള്ള ഇരട്ടത്താപ്പിൻ്റെ ഒരു ആൾ രൂപമായി ഇപ്പം മാറിയിരിക്കുകയാണ് എന്ന് ഷാജിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഷാജി പ്രതിപക്ഷത്ത്, ഷാജി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുലിയായിരുന്നെങ്കിൽ മന്ത്രിയായ ഷാജി ഒരു എലി മാത്രമായി മാറിയിരിക്കുകയാണ്. ഷാജിയുടെ പപ്പും കൂടെയെല്ലാം പറഞ്ഞു പോയിരിക്കുകയാണ് ഇപ്പോൾ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.
അതുകൊണ്ട് ഷാജി ഈ സൊറാൻ മംദാനിയുടെ മുഹമ്മദ് അർഗാഷിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ രക്ഷപ്പെടാം എന്ന് ഷാജി വിചാരിക്കരുത്. ഇതൊക്കെ ജനങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന സമീപനം പൂർണ്ണമായും ഇരട്ടത്താപ്പിൻ്റെ സമീപനമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ആ ഇരട്ടത്താപ്പിൻ്റെ സമീപനം ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞ സാഹചര്യത്തിൽ അതിൽ നിന്ന് താൻ മാത്രം ഒരു വെള്ളരിപ്രാവാകാം, വിശുദ്ധനാവാം എന്ന് ഷാജി വിചാരിക്കരുത്. കഴിയില്ല. ഷാജിയുടെ ആസകലം ഈ PM ശ്രീ വിഷയത്തിൽ ചെളിപുരണ്ടിരിക്കുകയാണ് എന്ന് ഷാജി മനസ്സിലാക്കണം. അതുകൊണ്ട് ദയവായി ഈ സൊറാൻ മംദാനിയെ കൂടെ കൂട്ടുപിടിച്ച് ഈ ഇരട്ടത്താപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഷാജി ശ്രമിക്കരുത്. അത് ദയനീയമായി പരാജയപ്പെടുകയുള്ളൂ എന്നാണ് എനിക്ക് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീമൻ KM ഷാജിയോട് ഈ അവസരത്തിൽ പറയാനുള്ളത്.